പാർത്ഥസാദി ഹാൻഡിക്രാഫ്റ്റ് സെന്റർ, ഐക്കർ ജംഗ്ഷൻ, ആറന്മുള. പൊരിവെയിലിൽ കുളിരലയായി വചനമാരി പൊഴിയുന്ന പമ്പാതീരം. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. സുവിശേഷ ദർശനത്തിലൂന്നിയ മലങ്കര മർത്തോമ സഭയുടെ 130ാമത് മാരാമൺ കൺവെൻഷന് തുടക്കമായി. പ്രത്യാശയോടെ വിശ്വാസ സമൂഹത്തെ ഒരുക്കുന്ന കൺവെൻഷൻ ആത്മീയ തീഷ്ണതയുടെ നാളുകളായി എണ്ണപ്പെടും. വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളും മന്ത്രിമാരും ജനപ്രതിനിധികളും മെത്രാപ്പൊലിത്തമാരും വൈദികരും നാനാജാതി മതസ്ഥരും ഉൾപ്പെടെ ആയിരങ്ങളാണ് ഉദ്ഘാടന നാളിൽ സംഗമഭൂമിയിലെത്തിയത്. കൺവെൻഷൻ മാർത്തോമ സഭാ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയെ കാപട്യത്തിനുള്ള നാട്യവസ്തുവാക്കി മാറ്റരുതെന്ന് മെത്രാപ്പൊലിത്ത. മതനിരപേക്ഷതയ്ക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന പേരാണ് സാഹോദര്യം. ജനങ്ങൾക്ക് കാവൽ ഭരണഘടനയാണെങ്കിൽ ഭരണഘടനയ്ക്ക് കാവൽ ജാഗ്രതയുള്ള ജനങ്ങളും നിയമ സംവിധാനവും മാധ്യമങ്ങളുമാണെന്നും മെത്രാപ്പൊലിത്ത പറഞ്ഞു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യത്വം എന്നീ അടിസ്ഥാന ദൈവരാജ്യ മൂല്യങ്ങളുടെ അടിത്തറയിട്ട ആണ് നമ്മളുടെ ഭരണഘടന. വ്യക്തിയുടെ അന്തസ്സും മനുഷ്യരുടെ സാഹോദര്യമാണ് അത് ഉദ്ഘോഷിക്കുന്നത്. മാനവ സാഹോദര്യത്തിന്റെ വിരുദ്ധശാലയാണ് ഇന്ത്യ. മാരാമൺ കൺവെൻഷന് എന്നും ഒരു മാനവ മുഖമുണ്ട്. ഭരണഘടനയുടെ ആമുഖം വി ദ പീപ്പിൾ എന്നതാണ്. വ്യത്യസ്ത മതങ്ങളിലുള്ളവർ സംഘർഷമില്ലാതെ ഏകോദര സഹോദരങ്ങളായി വാഴുമ്പോഴാണ് രാജ്യത്തെ മതസൗഹാർദ്ദം ഉണ്ടാവുന്നത്. അതോരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. മതനിരപേക്ഷതയ്ക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന പേരാണ് സാഹോദര്യം. ജനങ്ങൾക്ക് കാവൽ ഭരണഘടനയാണെങ്കിൽ ഭരണഘടനയ്ക്ക് കാവൽ ജാഗ്രതയുള്ള ജനങ്ങളും നിയമ സംവിധാനവും മാധ്യമങ്ങളും മറ്റുമാണ്. ലഹരിക്കെതിരെ പോരാടാൻ വിവിധ സമുദായ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സഭ സന്നദ്ധമാണ്. വന്യജീവികൾ ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ കേരളത്തെ കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രദേശമായി പ്രഖ്യാപിക്കണം. അമേരിക്കയിലെ കുടിയേറ്റക്കാരെ കാലിലും കൈയിലും ചങ്ങലയിട്ട് കയറ്റി അയച്ചത് ദയനീയ കാഴ്ചയായിരുന്നെന്നും മെത്രാപ്പൊലിത്ത പറഞ്ഞു. കഴിഞ്ഞ പൊതു സംവത്സരത്തിൽ കേരളം കുടിച്ചു തീർത്തത് അനേക കോടികളുടെ മദ്യമാണ്. സർക്കാരിന്റെ പ്രധാന വരുമാനം മദ്യവിൽപ്പനയിൽ നിന്നായതിനാൽ മദ്യ ഉപഭോഗത്തെ സർക്കാരും ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? മലയാളിയുടെ മാനസികാരോഗ്യം തകർക്കുന്നതിൽ മദ്യവും മയക്കുമരുന്നുകളും വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പാലക്കാട്ടെ ബ്രൂവറി തുറക്കാനായി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ഇപ്പോൾ തന്നെ മദ്യത്തിൽ മുങ്ങിയ ഈ നാടിനെ സർവനാശത്തിലേക്ക് നയിക്കുമോ എന്നതാണ് നമ്മുടെ ഉത്കണ്ഠ. സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായി. വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ ജനറൽ സെക്രട്ടറി റെജി പിള്ള മുഖ്യ സന്ദേശം നൽകി. മന്ത്രിമാരായ വീണ ജോർജ്, സജി ചെറിയൻ, എംപിമാരായ ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ഫ്രാൻസിസ് ജോർജ്, MLA-മാരായ രമേശ് ചെന്നിത്തല, മാത്യു ടി തോമസ്, അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ, അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ, CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPIM ജില്ലാ സെക്രട്ടറി രാജു ഇബ്രഹാം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ഇബ്രഹാം തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥിരം നാടകവേദിയായ ഏരീസ് കലാനിലയത്തിന്റെ രക്തരക്ഷസ് ചാപ്റ്റർ 1 10,000 ചതുരശ്രയടി വിസ്തീർണമുള്ള സ്റ്റേജിൽ പടുകൂറ്റൻ ജംബോജറ്റ് വിമാനം പറന്നിറങ്ങുന്നു. വേദിയിൽ കാറുകൾ ചീറിപ്പായുന്നു. നിമിഷ നേരം കൊണ്ട് മിന്നിമറയുന്ന പടുകൂറ്റൻ സെറ്റിംഗ്സ്, സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഗാനരംഗങ്ങൾ, ഇടിയും മിന്നലും പേമാരിയും അരങ്ങിൽ വിസ്മയം തീർക്കുന്നു. ആധുനിക ശബ്ദ സംവിധാനത്തിന്റെ പരിപൂർണത വേദിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു. 180-ൽ പരം കലാകാരന്മാരും കലാകാരികളും വേദിയിൽ അണിനിരക്കുന്നു. രക്തരക്ഷസ് ചാപ്റ്റർ 1 ഇന്ത്യൻ നാടകവേദിയിലെ ഏറ്റവും വലിയ ഷോമാനായിരുന്ന കലാനിലയം കൃഷ്ണൻ നായർ 51 വർഷം മുമ്പ് അണിയിച്ചൊരുക്കിയ നാടകവേദിയിലെ ദൃശ്യവിസ്മയ ഇതിഹാസം രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് റോഡിൽ കണ്ണമ്പത്തൂർ ഗ്രൗണ്ടിൽ അഥവാ ജിയോ ഗ്രൗണ്ടിൽ AC ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 6 മണിക്കും രാത്രി 9 മണിക്കും 2 അവതരണങ്ങൾ. രക്തരക്ഷസ് ചാപ്റ്റർ 1. ലോകപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തു വരുന്ന
ആറന്മുളയിലെ ഏക സ്ഥാപനം. കഴിഞ്ഞ 3 തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ, ഭാവത്തിൽ, അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു. ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ്. കോൺടാക്ട് നമ്പർ 9947164872, 9947825232.